ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോർണിംഗിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. ഈ ഒരു മിസ്റ്റേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഹോർമോൺസ്, ലിവർ, അങ്ങനെ പല പാർട്ടിനെയും നിങ്ങൾ ബാധിക്കാം. നമ്മൾ എല്ലാവരും ചെയ്യുന്ന ചില കോമൺ മിസ്റ്റേക്കുകളാണ്. ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ അറിയാതെ പോയിട്ട് നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒരിക്കലും വരാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആ മിസ്റ്റേക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഈ ഒരു കാര്യം കേൾക്കുമ്പം നിങ്ങൾക്ക് തോന്നും ഞാനും ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നും. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊന്നും അറിയാതെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് തന്നെ, നിങ്ങൾ വെയിറ്റ് ലോസിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് ലോസ് തന്നെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാരണവും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചില ഒരു കോമൺ മിസ്റ്റേക്സ് നിങ്ങൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് അടിപൊളിയാക്കാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോർണിംഗിൽ എഴുന്നേറ്റ ഉടനെ നമ്മൾ കോഫി പോലുള്ള കാര്യങ്ങൾ കുടിക്കുന്നവരാണ്, ടീ കോഫി കുടിക്കുന്നവരാണ് അല്ലെ എല്ലാവരും. നമുക്ക് നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരുപാട് ചായ കുടിക്കുന്നവരാണ്. രാവിലെ എഴുന്നേറ്റത് തൊട്ട് ചിലപ്പോൾ പല്ല് തേക്കാതെയും പല്ല് തേച്ചിട്ടും അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഉച്ചയ്ക്ക് പോലും ചായ കുടിക്കുന്നവരാണ്. നമ്മൾ കേരളത്തിൽ ഇത്രയും ചൂടാണെങ്കിൽ പോലും നമ്മൾ എന്താ ചായ അത്രയും അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ചായ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കോഫി എന്ന് പറയുമ്പോൾ അതിൽ കഫെയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. കഫെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസിഡിറ്റി കൂട്ടാൻ ഉള്ള ഒരു സാധനമാണ്. രാവിലെ എംപ്റ്റി സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇതിനെ നമുക്ക് ആ ഒരു സ്റ്റൊമക്കിൽ നമ്മൾ അത് എത്തുമ്പോഴത്തേക്കും അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വയറെന്താ ഒരു തിൻ ലെയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആസിഡിക് പ്രോബ്ലംസ് കൂടും, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കൂടും, നെഞ്ചെരിച്ചിൽ പോലുള്ള കാര്യങ്ങളൊക്കെ വരും, അൾസർ പോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ള ഒരിതാണ് രാവിലെ നമ്മൾ കോഫി അല്ലെങ്കിൽ ചായ കുടിക്കുക എന്നുള്ളത്. ഇത് കൂടുതലും അവോയ്ഡ് ചെയ്യേണ്ടത് തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവര്, PCOS ഉള്ളവര്, പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഒരുപാടുള്ളവര് ഇത് നന്നായിട്ട് അവോയ്ഡ് ചെയ്യുക കേട്ടോ. സാധാരണ ചെയ്യേണ്ടത് രാവിലെ എണീറ്റിട്ട് ഒന്ന് ചൂടുവെള്ളം കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കോഫി കുടിക്കുക, പിന്നെ പാൽ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നത് എല്ലാവരും കോമൺ ആയിട്ട് എല്ലാവരും, ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു ടൈപ്പ് മിസ്റ്റേക്ക് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക. രാവിലെ ഇതിന് പകരം ചായ ഇതിന് പകരം ചൂടുവെള്ളം കുടിക്കുക, ചൂടുവെള്ളം കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചായയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ഹാബിറ്റ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പതുക്കെ മാറ്റിയാൽ മതി, എളുപ്പം മാറ്റണം എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അടുത്തൊരു മിസ്റ്റേക്കാണ് ലെമൺ അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനീഗർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആപ്പിൾ സൈഡർ വിനീഗർ ഒക്കെ നമ്മൾ കുടിക്കുക എന്നുള്ളത്, രാവിലെ എഴുന്നേറ്റ് എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുക എന്നുള്ളത്. ഓക്കെ, പൊതുവേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ലെമൺ കുടിക്കുക, മീൻസ് ലെമൺ ഇട്ട വാട്ടർ കുടിക്കുക, ആപ്പിൾ സൈഡർ വിനീഗർ കുടിക്കുക. ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറയുമ്പോൾ ഇത് നൈസായിട്ട് അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് നമ്മുടെ ഫാറ്റിനെ ബേൺ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമ്മൾ ടീ കോഫി പറഞ്ഞ പോലെ തന്നെ അസിഡിറ്റി നമ്മുടെ സ്റ്റൊമക്കിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്ക് ലൈനിങ് ഡാമേജ് ഉണ്ടാക്കുകയും ടൂത്ത് ബേണിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ. സേഫ് ആയിട്ട് ഇത് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈലൂട്ട് ചെയ്ത് കഴിക്കുക, വെള്ളത്തിൽ ചേർത്ത് കഴിക്കുക, അല്ലാതെ നമ്മൾ ലെമൺ അപ്പടി തന്നെ കഴിക്കാതെ ആപ്പിൾ സൈഡർ വിനെഗർ അങ്ങനെ തന്നെ കഴിക്കാതിരിക്കുക. ഫുഡ് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വീക്ക്ലി 2 to 3 days കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് ആപ്പിൾ സൈഡർ വിനീഗർ കുടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുക, പക്ഷെ ആ ഒരു ഇപ്പം നമ്മൾ ലെമൺ അതേപടി കഴിക്കുമ്പോൾ നമ്മുടെ നാക്കിൽ ആ ലെമണിൻ്റെ ആ ഒരു സ്ട്രോങ് ഫ്ലേവർ തട്ടില്ലേ, അതുപോലെ കുടിക്കാതെ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് തന്നെ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഏകദേശമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു മിസ്റ്റേക്ക് അപ്പം നിങ്ങൾ ചെയ്യാതിരിക്കാം. രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ജിമ്മിൽ
വർക്കൗട്ട് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ നോർമൽ ഹോം വർക്കൗട്ട് ആയാലും എന്തായാലും ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യാന്നുള്ളത്. ഒരിക്കലും എം ടി സ്റ്റൊമക്കിൽ നമ്മൾ ഹെവി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ലൈറ്റ് വർക്കൗട്ട് ആയിട്ടുള്ള വാക്കിങ്, ചെറിയ ചെറിയ നമുക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു രീതിയിലുള്ള ചെറിയ ചെറിയ വർക്കൗട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഹെവി ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിറ്റേ ദിവസം തൊട്ട് തലകറക്കം, വയ്യായിക, അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വെയിറ്റ് ലോസ് തന്നെ സ്റ്റോപ്പ് ആവും. ഞാൻ എപ്പോഴും പറയും, വെയിറ്റ് ലോസ് നമ്മൾ കറക്റ്റ് രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അത് ചിലപ്പോൾ ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മടുപ്പ് കൊണ്ടായിരിക്കാം, എൻ്റെ വെയിറ്റ് കുറയുന്നില്ലല്ലോ എന്ന് നമ്മളെ തോന്നലായിരിക്കാം. ഇതൊക്കെ കൊണ്ടിട്ട് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസ് പതുക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പതുക്കെ ആയി പോകാനോ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇതിന് മുന്നേ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ പറയും, പോസ്റ്റ് വർക്കൗട്ട് മീലുണ്ട്, പ്രീ വർക്കൗട്ട് മീലുണ്ട് എന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വെയിറ്റ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ. ഞാൻ പറയും, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ വർക്കൗട്ടിന് മുമ്പേ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് നിങ്ങൾ കഴിച്ചിട്ട് പോവുക എന്ന് പറയും. ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലായിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കുടിച്ചിട്ട് പോകും. കാരണം എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ടൈം അല്ലല്ലോ. അപ്പം ഞാൻ ഗ്രീൻ ടീയോ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കുടിച്ചിട്ട് പോയിട്ട് വന്നിട്ട് ഞാൻ എന്താ ഫുഡ് കഴിക്കും, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് ഹെവി വർക്കൗട്ട് അല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. കാര്യം നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇറക്കേണ്ട കാര്യമില്ല. ഒരു 70-30 ആ ഒരു രീതിയിൽ കൊണ്ടുപോയാൽ മതി എന്ന് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, നമ്മുടെ എം ടി സ്റ്റൊമക്കിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. എം ടി സ്റ്റൊമക്കിൽ ടാബ്ലറ്റ് കഴിക്കുക എന്നുള്ളത് നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അങ്ങനെ വേണം ചെയ്യേണ്ടത്. ഇപ്പോൾ ഡോക്ടറിന്റെ കൺസെപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാമെങ്കിൽ ഓക്കെ. അല്ലാതെ നമുക്ക് ഡോക്ടറിന്റെ ഒരു കാര്യമില്ല. നമ്മൾ സ്വയമേ ഒരു മെഡിസിൻ എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അൾസർ പോലെയുള്ള ഗ്യാസ്ട്രിക് ബ്ലീഡിങ്, ഇൻഡസ്റ്റൈനൽ ഇറിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മൊത്തത്തിൽ അങ്ങ് ചളക്കുളമാവുകയും ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വക ഐറ്റംസ് ഒന്നും ചെയ്ത് വെറുതെ തടി കേടാക്കരുത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വെറുതെ മെഡിസിൻസ് കഴിക്കുക. അതിന് ഏത് ടൈം ആയിക്കോട്ടെ, എം ടി സ്റ്റൊമക്ക് ആയിക്കോട്ടെ, നിങ്ങൾ നോർമൽ സ്റ്റേജിലായിക്കോട്ടെ, നിങ്ങൾ ഏതൊരു സ്റ്റേജിലിരുന്നായാലും നിങ്ങൾ മെഡിസിൻ വെറുതെ കഴിക്കരുത്. ഇപ്പം പാരസെറ്റാമോളൊക്കെ ആണെങ്കിൽ ചുമ്മാ കഴിക്കരുത്. പനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ കഴിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്കത് പിന്നീട് അത് പ്രോബ്ലം ഉണ്ടാക്കും. സബ്സ്ക്രിപ്ഷൻ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ നിങ്ങൾക്ക് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചോയ്സ് എന്ന്. അടുത്ത എം ടി സ്റ്റൊമക്കിൽ സിഗരറ്റ്, അതുപോലെ തന്നെ ആൽക്കഹോൾ. ഞാൻ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റുടനെ നമുക്ക് ചായ കുടിക്കുന്ന പോലെ തന്നെ ചില ആൾക്കാർക്ക് സിഗരറ്റ് വേണം. സിഗരറ്റ് ഉണ്ടായാലും ബാത്റൂമിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഈ സിഗരറ്റ്, ചായ, ന്യൂസ് പേപ്പർ, ബാത്റൂം, ഇത് മൂന്നുമായിട്ട് അല്ലെങ്കിൽ ഇത് നാലുമായിട്ടൊരു കണക്ഷൻ ഉള്ളത് പോലെയാണ് കുറേ പേരുടെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചായ കുടിച്ചാലേ ബാത്റൂമിൽ പറ്റുള്ളൂ, പത്രം ഉണ്ടെങ്കിലേ ബാത്റൂമിൽ പോകാൻ പറ്റുള്ളൂ, സിഗരറ്റ് ഉണ്ടെങ്കിലേ ബാത്റൂമിൽ പോകാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം, ഇത് സിഗരറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകാൻ, എപ്പോൾ വലിച്ചാലും ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എം ടി സ്റ്റൊമക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ടൈം അത്രയും നേരം നമ്മൾ ഫാസ്റ്റിംഗ് ആണ്, അത്രയും നേരം നമ്മുടെ വയറിനകത്ത് ഒന്നും ഇല്ലാതെ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ പിറ്റേ ദിവസം ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ സിഗരറ്റും ആൽക്കഹോളും പോലുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് ആവശ്യമില്ലാതെ ഓരോരോ പ്രോബ്ലം ഉണ്ടാക്കി വെക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലൊരു 5 കോമൺ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഫാസ്റ്റിങ്ങിലാണ്, നമ്മൾ നൈറ്റ് കഴിക്കുകയില്ല. നൈറ്റ് കഴിക്കുന്ന അത്രയ്ക്ക് നല്ലൊരു ശീലം അല്ല എന്ന് ഞാൻ പറഞ്ഞു. ലേറ്റ് നൈറ്റ് കഴിക്കുന്ന അത്രയ്ക്ക് നല്ല ശീലമല്ല. ഇൻ കേസ് നമ്മൾ 7 മണിക്കൊക്കെ കഴിച്ചു, നമ്മൾ കിടന്നുറങ്ങി, ഇത്രയും നേരം നമ്മുടെ ബോഡി റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ വയറ് പണിയെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡൈജഷൻ ഒക്കെ ഉണ്ടാക്കി ഫാറ്റ് ബേൺ അങ്ങനെ എന്തെങ്കിലും, നമ്മൾ കഴിച്ച സാധനങ്ങളൊക്കെ എന്താണ് നമ്മുടെ വയറ് നോക്കും. നീ കഴിച്ചത് ഇന്ന് ജങ്കാണ്, എന്നാൽ പിന്നെ നിനക്ക് ഫാറ്റ് ബേൺ ഇല്ല, നിനക്ക് വെയിറ്റ് ഗെയിൻ ആണുള്ളത് എന്ന് പറഞ്ഞ് കുറേ മാറ്റി. ഇന്ന് നീ കഴിച്ച ഹെൽത്തി ആണ്, കുറച്ച് ജങ്കൊക്കെ ഉള്ളൂ, അപ്പോൾ നിനക്ക് വെയിറ്റ് ലോസ് ആണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് കുറച്ച് വെയിറ്റ് ലോസിന് മാറ്റി. അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രോസസ്സ് നമ്മുടെ വയറിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ എന്തു ചെയ്യും, നമ്മൾ ഈ പറയുന്ന പോലത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതൊരു നെഗറ്റീവ് സിഗ്നൽ ആയിട്ട് ബോഡി അത് കരുതി ഇങ്ങനെ വച്ചേക്കും. അത് കുറേ നാൾ നമ്മൾ ഇതേപോലത്തെ ഹാബിറ്റ് നമ്മൾ ഫോളോ ചെയ്ത് വരുമ്പോൾ ഒരു ടൈം എത്തുമ്പോൾ നമുക്കത് ഓരോ
പ്രോബ്ലം ആയിട്ടും നമുക്ക് ഓരോ ഡിസീസസ് ആയിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ വേണ്ടി നോക്കും. അപ്പോൾ മാത്രമേ നമ്മളിത് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എംപ്റ്റി സ്റ്റൊമക്ക് എപ്പോഴും വളരെ കെയർഫുൾ ആയിട്ട് വേണം എംപ്റ്റി സ്റ്റൊമക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേറ്റ് ഉടനെ ഷുഗർ കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടാവും കേട്ടോ, രാവിലെ തന്നെ ഷുഗറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനോ ജങ്കോ എന്തെങ്കിലും ക്രേവിങ്സ് ഉണ്ടെങ്കിൽ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണി 4 മണിയൊക്കെ ടൈം അതിന് മുന്നേ ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് കഴിക്കുക. ലേറ്റ് നൈറ്റ് കഴിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കാന്ന് പറഞ്ഞത് അത് ശരിക്കും സത്യമാണ്. കാര്യം ആ ഒരു ടൈം ആകുമ്പോൾ ഓൾറെഡി നമ്മളെ ഫുഡ് അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് അങ്ങ് പൊക്കോളും. പക്ഷേ രാവിലെ കഴിക്കുമ്പോഴും രാത്രി കഴിക്കുമ്പോൾ, രാവിലെ നമ്മൾ എത്രയും നേരം വൈകി ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ കഴിക്കുമ്പോൾ അതൊരു പ്രോബ്ലം ഉണ്ടാവും. ലേറ്റ് നൈറ്റ് കഴിച്ചിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ഡൈജഷൻ പ്രോബ്ലം, ഫാസ്റ്റിംഗ് പ്രോബ്ലത്തിനും പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ടിട്ടാണ് നിങ്ങൾ ഭക്ഷണം ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എംപ്റ്റി സ്റ്റൊമക്ക് എപ്പോഴും എംപ്റ്റി സ്റ്റൊമക്ക് ആയിട്ട് തന്നെ കാണാം. ഓക്കെ, അല്ലാതെ എംപ്റ്റി സ്റ്റൊമക്ക് നമ്മൾ ഒരിക്കലും ഒരു ഫുൾ ഫുഡൊക്കെ ഉള്ള ഒരു സ്റ്റൊമക്കായിട്ട് ഒരിക്കലും കാണാൻ വേണ്ടിയിട്ട് പാടില്ല. ചിലപ്പോൾ തന്നെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വയറിൽ ഒന്നും ഉണ്ടാവില്ല അല്ലെ, ഫുൾ ഒഴിഞ്ഞ പോലത്തെ ഒരു ഫീൽ ആയിരിക്കും. ആ ഒരു ടൈമിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം കുടിക്കുക, ഒന്ന് കാമാവുക. അതിനുശേഷം കുറച്ച് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. കറക്റ്റ് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ അതിനുശേഷം നിങ്ങളെ ഓരോ അനുസരിച്ച് നിങ്ങളുടെ ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് അന്നത്തെ ദിവസം സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ.